സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മക്ക മുനിസിപ്പാലിറ്റി സ്റ്റോൺ പാർക്ക് നിർമ്മിക്കാൻ ഒരുങ്ങുന്നു. പരിസ്ഥിതി സൗഹൃദ പദ്ധതികളുടെ ഭാഗമായാണ് ഇത്തരത്തിലൊരു പാർക്ക് നിർമ്മിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഏകദേശം 1000 ചതുരശ്ര മീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ. ഈ പാർക്കിൻ്റെ നിർമ്മാണം റീസൈക്കിൾ ചെയ്ത വസ്തുക്കളിൽ നിന്നും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള അവശിഷ്ടങ്ങളും ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് മക്കയിലെ പൊതുസ്ഥലങ്ങളുടെ ഭൂപ്രകൃതി മെച്ചപ്പെടുത്തുകയും പാരിസ്ഥിതിക സന്തുലനം നിലനിർത്തുകയുമാണ്. പാർക്കിൽ ഇരിപ്പിടങ്ങൾ, കല്ലുകൾ ഉപയോഗിച്ചുള്ള പാതകൾ, കുട്ടികൾക്ക് വേണ്ടിയുള്ള കളിസ്ഥലങ്ങൾ എന്നിവയാണ് നിർമ്മിക്കാൻ ഒരുങ്ങുന്നത്. പാറകളും കല്ലുകളും വൃത്തിയാക്കാനും പരിപാലിക്കാനും എളുപ്പമാണ്. മാത്രവുമല്ല, അറ്റകുറ്റപ്പണികളും കുറവായിരിക്കും. അതേസമയം ആഗോളതലത്തിൽ പവിഴപ്പുറ്റ് സംരക്ഷണം ലക്ഷ്യമിട്ട് ജിദ്ദയിൽ അന്താരാഷ്ട്ര സമ്മേളനം ആരംഭിക്കും. 38ാമത് സമ്മേളനമാണ് ആരംഭിക്കുന്നത്. വെള്ളിയാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന സമ്മേളനമായിരിക്കും നടക്കുന്നത്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ 15 ഞായറാഴ്ച സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് ശമ്പളത്തോടു കൂടിയ പൊതു അവധിയായിരിക്കുമെന്ന് UAE മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം അറിയിച്ചു. നിയമമനുസരിച്ച് ഞായറാഴ്ചകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് അവധിക്ക് പകരമായി മറ്റൊരു ദിവസം അവധിക്ക് അർഹതയുണ്ട്. ഒരു ഔദ്യോഗിക പൊതു അവധി ദിവസത്തിൽ ജോലി ചെയ്യാൻ തൊഴിലുടമയ്ക്ക് ഒരു ജീവനക്കാരനെ വിളിക്കാം. എന്നാൽ അവധി ദിവസത്തിലെ ജോലിക്ക് പകരം ഒരു മുഴുവൻ ദിവസത്തെ ശമ്പളവും കൂടാതെ അടിസ്ഥാന ശമ്പളത്തിൻ്റെ 50% അധികമായി നൽകണം. ജോലി സാഹചര്യങ്ങൾ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ജീവനക്കാരനെ അവധി ദിവസങ്ങളിൽ ജോലിക്ക് വിളിക്കുമ്പോഴും ജോലി ചെയ്യുന്ന ഓരോ ദിവസത്തിനും പകരമായി ഒരു വിശ്രമ ദിവസം അനുവദിക്കുകയോ അല്ലെങ്കിൽ സാധാരണ പ്രവൃത്തി ദിവസങ്ങളിലെ ശമ്പളമോ നൽകണം. ഒമാൻ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രിമാർ കൂടിക്കാഴ്ച നടത്തി. റിയാദിൽ നടന്ന പ്രഥമ ഇന്ത്യ ഗൾഫ് സഹകരണ കൗൺസിലിലെ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിന്റെ ഭാഗമായാണ് സെയ്ദ് ബദർ അൽ ബുസൈദിയും ഡോക്ടർ എസ് ജയശങ്കറും കൂടിക്കാഴ്ച നടത്തിയത്. തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തതായി ജയശങ്കർ എക്സിൽ കുറിച്ചു. രാഷ്ട്രീയം, വ്യാപാരം, നിക്ഷേപം, ഊർജ്ജ സഹകരണം, സാംസ്കാരികം, ജനങ്ങളുമായുള്ള ബന്ധം എന്നിവ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇന്ത്യക്കും GCCക്കും ആഴമേറിയതും ബഹുമുഖവുമായ ബന്ധമാണുള്ളത്. GCC മേഖല ഇന്ത്യയുടെ പ്രധാന വ്യാപാര പങ്കാളിയാണ്. 8.9 ദശലക്ഷത്തോളം വരുന്ന ഒരു വലിയ ഇന്ത്യൻ പ്രവാസികൾ ഇവിടങ്ങളിൽ താമസിക്കുന്നുണ്ട്. വിവിധ മേഖലകളിലായി ഇന്ത്യയും GCCയും തമ്മിലുള്ള സ്ഥാപനപരമായ സഹകരണം അവലോകനം ചെയ്യുന്നതിനും ആഴത്തിലാക്കുന്നതിനുമുള്ള അവസരമായിരിക്കും റിയാദിൽ നടക്കുന്ന വിദേശകാര്യ മന്ത്രിമാരുടെ യോഗമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഒമാനും ബ്രസീലും മസ്കറ്റിൽ രാഷ്ട്രീയ ചർച്ചകൾ നടത്തി. ഒമാനി പക്ഷത്തെ വിദേശകാര്യമന്ത്രി സെയ്ദ് ബദർ ഹമദ് അൽ ബുസൈദിയും ബ്രസീലിയൻ പക്ഷത്തെ വിദേശകാര്യമന്ത്രി മൗറോ വിയേറയും നയിച്ചു. ഒമാനും ബ്രസീലും തമ്മിൽ നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിൻ്റെ 50ാം വാർഷികം പ്രമാണിച്ച് വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണത്തിന്റെ മേഖലകൾ ഇരുപക്ഷവും അവലോകനം ചെയ്തു. സാമ്പത്തിക വ്യാപാര പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങളും പര്യവേക്ഷണം ചെയ്തു. പുനരുപയോഗ ഊർജം, കാർഷിക മേഖലകളിലെ പരസ്പര നിക്ഷേപങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിൻ്റെ പ്രാധാന്യം, വ്യാപാര വിനിമയം വർദ്ധിപ്പിക്കുന്നതിനും സംയുക്ത നിക്ഷേപങ്ങളുടെ അളവ് വർദ്ധിപ്പിക്കുന്നതിനും ഇരു രാജ്യങ്ങളുടെയും തന്ത്രപ്രധാനമായ സ്ഥാനം ഉപയോഗപ്പെടുത്തേണ്ടതിൻ്റെ പ്രാധാന്യം തുടങ്ങിയവ ഇരുപക്ഷവും അടിവരയിട്ട് പറഞ്ഞു. ബുറൈമി ഗവർണറേറ്റിൽ കഫേ തകർത്ത് പണവും മൊബൈൽ ഫോണുകളും മോഷ്ടിച്ചയാളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. അറബ് പൗരനെ ബുറൈമി ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് പിടികൂടിയത്. ഇയാൾക്കെതിരെയുള്ള നിയമ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണെന്ന് അധികൃതർ വ്യക്തമാക്കി. ഇയാൾ മോഷ്ടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ പതിക്കുകയും ചെയ്തിട്ടുണ്ട്. ട്രാപ്പ് ക്യാമറകളിൽ കൃത്രിമം കാണിക്കുന്നതിനെതിരെ മുന്നറിയിപ്പുമായി പരിസ്ഥിതി അതോറിറ്റി. ഒമാനിലെ ഗവേഷണത്തിനും ഫീൽഡ് പഠനത്തിനുമായി നിരവധി സ്ഥലങ്ങളിൽ ട്രാപ്പ് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത്തരം ഉപകരണങ്ങൾക്കെതിരെ അതിക്രമം കാണിക്കരുതെന്ന് അതോറിറ്റി പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ നിയമപരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ 3ാം റൗണ്ടിലെ 2ാം മത്സരത്തിൽ ഒമാൻ ഇന്ന് ഇറങ്ങും. ശക്തരായ ദക്ഷിണ കൊറിയയാണ് എതിരാളികൾ. സുൽത്താൻ ഖാബോ സ്പോർട്സ് കോംപ്ലക്സിൽ വൈകുന്നേരം 6 മണിക്കാണ് മത്സരം.
ആദ്യ കളിയിൽ ഇറാഖിനോട് ഒമാൻ 1 ഗോളിന് തോറ്റിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരം റെഡ് വാരിയേഴ്സിന് നിർണായകമാണ്. ഇറാഖിനെതിരെ മികച്ച കളി കാഴ്ചവെച്ചെങ്കിലും ഫിനിഷിങ്ങിലെ പാളിച്ചയും ഒപ്പം ഭാഗ്യവും തുണക്കാതെ പോയി. ചില കളിക്കാർക്ക് പരിക്കേറ്റതും തിരിച്ചടിയായി. മുഹമ്മദ് ബിൻ മുബാറക് അൽ ഗഫ്രിയുടെ വലത് കാൽമുട്ടിന് പരിക്കേറ്റതിനെ തുടർന്ന് ഹാത്തിം അൽ റഷ്ദിയെ ടീമിലേക്ക് തിരിച്ചു വിളിച്ചിട്ടുണ്ട്. ഇദ്ദേഹം ഇന്ന് കളിക്കാൻ ഇറങ്ങുമെന്നാണ് കരുതുന്നത്. സ്വന്തം കാണികൾക്ക് മുന്നിൽ കളിക്കാൻ ഇറങ്ങുന്നു എന്നത് കോച്ച് ജെറോസ്ലാവ് സിൽഹാവിക്കും കുട്ടികൾക്കും ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ്. സുൽത്താൻ ഹൈത്തം സിറ്റിയിലെ സ്കൂളുകളുടെ ഡിസൈൻ സ്പെസിഫിക്കേഷനുകൾ ഭവന നഗരാസൂത്രണ മന്ത്രാലയം പുറത്തിറക്കി. വിദ്യാഭ്യാസ സ്ഥലങ്ങൾ, സേവന സൗകര്യങ്ങൾ, കേന്ദ്ര ഹരിത മേഖലകൾ എന്നിവ സംയോജിപ്പിച്ച് പഠനവും സാമൂഹിക ഇടപെടലും മെച്ചപ്പെടുത്തുന്ന അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനാണ് പുതിയ ഡിസൈനുകളിലൂടെ ഉദ്ദേശിക്കുന്നത്. 2030 പൂർത്തീകരിക്കുന്ന പദ്ധതിയുടെ ആദ്യഘട്ടം 1,35,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ വരുമെന്നും മന്ത്രാലയം അറിയിച്ചു. ഈ ഘട്ടത്തിൽ 9 സ്കൂളുകൾ ഉൾപ്പെടുന്ന 3 സ്കൂൾ ക്ലസ്റ്ററുകൾ ഉൾപ്പെടുന്നു. ആധുനിക വിദ്യാഭ്യാസ ആശയങ്ങളും നൂതന വാസ്തുവിദ്യയും അടിസ്ഥാനമാക്കിയാണ് സ്കൂൾ രൂപകൽപ്പനയെന്നും മന്ത്രാലയം വിശദീകരിച്ചു. സമകാലിക അധ്യാപന രീതികളുമായി യോജിപ്പിക്കുകയും വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന സുസ്ഥിരമായ പഠന അന്തരീക്ഷം വികസിപ്പിക്കാനാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓരോ സ്കൂൾ ക്ലസ്റ്ററിലും വ്യത്യസ്ത വിദ്യാഭ്യാസ തലങ്ങൾ നൽകുന്ന 3 സ്ഥാപനങ്ങൾ ഉണ്ടായിരിക്കും. റെസിഡൻഷ്യൽ ഏരിയകളിൽ നിന്നും 10 മിനിറ്റിനുള്ളിൽ നടന്നെത്താവുന്ന ദൂരമായിരിക്കും ഇവിടേക്കുണ്ടായിരിക്കുക. സ്കൂളുകളിൽ ഹരിത സ്ഥലങ്ങൾ, കളിസ്ഥലങ്ങൾ, ഒരു നീന്തൽക്കുളം എന്നിവയും സജ്ജീകരിക്കും. ഇത് വിദ്യാർത്ഥികൾക്ക് അക്കാദമിക് വിനോദ പ്രവർത്തനങ്ങൾക്ക് ഉത്തേജകമായ അന്തരീക്ഷം നൽകും. പാഠ്യേതര ആവശ്യങ്ങൾക്കും അനുയോജ്യമായ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്ന ഉദ്ദേശത്തോടെയാണ് വിദഗ്ധർ സ്കൂളിൻ്റെ രൂപകൽപ്പന നിർവഹിച്ചിരിക്കുന്നത്. സയൻസ് ലാബുകൾ, റിസോർട്ട് സെൻ്ററുകൾ, മ്യൂസിക് റൂമുകൾ, തിയേറ്റർ, സ്റ്റുഡിയോ എന്നിവയ്ക്കായി പ്രത്യേക മേഖലകളും ഉൾപ്പെടുത്തും. ഓരോ സ്കൂളിലും 2300-ലധികം വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളാൻ ശേഷിയുണ്ടാകും. കഴിഞ്ഞ വർഷം മെയ് 31 അൽബറക്ക പാലസിൽ നടന്ന ചടങ്ങിൽ സുൽത്താൻ ഹൈത്തം ബിൻ താരിഖാണ് സുൽത്താൻ ഹൈത്തം സിറ്റി പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. സുൽത്താന്റെ സുസ്ഥിര നഗര വികസനവും സാമ്പത്തിക വൈവിധ്യവൽക്കരണ കാഴ്ചപ്പാടുകളും യോജിക്കുന്നതാണ് പദ്ധതി. സിറ്റി പൂർത്തിയാകുന്നതോടെ പുരോഗതിയുടെയും നവീകരണത്തിൻ്റെയും വളർച്ചയുടെയും പ്രതീകമായി നഗരം മാറും. സീബി വിലായത്തിൽ ഏകദേശം 15 ദശലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് നഗരം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. 29 ലക്ഷം ചതുരശ്ര മീറ്ററിലധികം വിസ്തൃതിയുള്ള ഈ നഗരം 20,000 ഭവന യൂണിറ്റുകളിലായി 1 ലക്ഷം പേർക്ക് താമസ സൗകര്യം നൽകും. 2.9 ദശലക്ഷം ചതുരശ്ര മീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന ലാൻഡ്സ്കേപ്പുകൾ, 19 സംയോജിത അയൽപക്കങ്ങൾ, അപ്പാർട്ട്മെൻറ്റുകൾ മുതലായവ, വാണിജ്യ അടിസ്ഥാന ആരോഗ്യ സൗകര്യങ്ങൾ, 25 മസ്ജിദുകൾ, 39 സ്കൂളുകൾ, ഒരു റഫറൽ ഹോസ്പിറ്റൽ ഉൾപ്പെടെ 11 ആരോഗ്യ സൗകര്യങ്ങൾ, കായിക സൗകര്യങ്ങൾ, ഒരു യൂണിവേഴ്സിറ്റി, സെൻട്രൽ പാർക്ക്, വിശാലമായ നടപ്പാത, മാലിന്യത്തിൽ നിന്നും ഊർജ്ജ ഉൽപ്പാദനം, വൈദ്യുതിക്കായി സൗരോർജ്ജം, മലിനജല സംസ്കരണം തുടങ്ങിയവ ഈ സിറ്റിയുടെ സവിശേഷതകളാണ്.